നമ്മൾ 25 വയസ്സ് അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ഒരു ടൈറ്റിൽ തന്ന് നമ്മളെ എന്താ പറയുക ഒന്ന് ഡിഗ്രേഡ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. ആ കൊച്ചു കുട്ടി എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് തീരെ ബോധമില്ല. ഇത് ഇത്രയും ചെറിയ കുട്ടിയാണ്, ഇവളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഒരു പെൺകുട്ടിയും കൂടിയാണ്, അപ്പോൾ ഇവളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണെന്നുള്ള ഒരു തോട്ട് ആളുകൾക്കുള്ളിലേക്ക് കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ആരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും പറഞ്ഞതല്ല, വളരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പോലെ. അതായത് സാറിൻ്റെ തുടക്കം അതായിരുന്നു, അതിൽ നിന്നാണ് സാർ ഇന്നിപ്പോൾ മന്ത്രിയായിട്ട് നിൽക്കുന്നത്. ആ പോസ്റ്റ് വൈറലാവും തീർച്ചയായിട്ടും, അത് മറ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അത് ഏറ്റെടുക്കും. അപ്പോൾ കുറച്ച് ആ രീതിയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാവാം, അതെൻ്റെ ഒരു നിഗമനമാണ്. ആദ്യം അതിനെപ്പറ്റി ഒരു വിമർശനം നടത്തുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് ശരിയാണോ, ദൈവമേ തെറ്റിപ്പോവരുത്, ഇത് പബ്ലിക്ക് കാണുന്നതാണ്, അങ്ങനെ ഒന്ന് വിചാരിച്ച് അതിൻ്റെ ഒന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. കണ്ടാൽ ഞാൻ ചേച്ചിയോട് ഇതായിരിക്കും പറയാം. അപ്പോൾ ആ രീതിയിൽ, അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ആളോട് ഇപ്പോഴും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. അത് ആളുടെ അറിവില്ലായ്മയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എങ്ങനെയുണ്ട് ആതിര? ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഓരോ വീടുകളും കയറി ഇറങ്ങി, എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിൽ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി പ്രചരണം നടത്തുന്ന ഒരാളുണ്ടാവും തോന്നുന്നില്ല. ഇല്ല, എനിക്കും തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞിടത്തോളം അങ്ങനെ എല്ലാവരും വീട്ടിൽ കയറുന്നതായിട്ട് ഞാൻ കാണുന്നില്ല, അറിയില്ല. എന്നിരുന്നാലും നമ്മൾ മാക്സിമം വീടുകളടക്കം കയറാൻ നോക്കുന്നുണ്ട്. എന്താ പറയുക, കടകളോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് മാത്രമല്ല, നമ്മൾ മാക്സിമം വീടുകൾ കയറാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഇത്രയും ദിവസത്തിനിടയ്ക്ക് തന്നെ കുറേ വീടുകൾ കയറി. എല്ലാം നമുക്ക് പറ്റില്ല, സ്വാഭാവികമായിട്ടും സമയമില്ല. പക്ഷെ എന്നിരുന്നാലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെ മാക്സിമം വീട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ മൊത്തം വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഉള്ള റെസ്പോൺസ് എന്താണ്? നമ്മളിപ്പോൾ പലയിടത്തും കാണുമ്പം എല്ലാവരും അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അതായത് മുതിർന്ന ആൾക്കാരൊക്കെ നമ്മളെ അത്രയും ബ്ലെസ്സിങ്സോട് കൂടിയിട്ടാണ് വിടുന്നത്. അതുപോലെ ഇപ്പോൾ അവിടെ വീട്ടിലുള്ള അമ്മമാരായിക്കോട്ടെ, കൂടുതലും അമ്മമാരാണ് കേട്ടോ. നമ്മൾ പകൽ സമയം ചെല്ലുന്നതുകൊണ്ട് കൂടുതൽ അമ്മമാരാണ്, അച്ഛന്മാരും ആയിക്കോട്ടെ. അവർക്കൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ കുമരകത്തൊക്കെ പോയ സമയത്ത് അവിടെ കുറേ വീട്ടിൽ നമ്മളെ കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരുണ്ടാവും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മളെ നോക്കി അവർ ഇരിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് അത്രയും പ്രതീക്ഷ നമ്മളിലുണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര സന്തോഷം. ഈ ആദ്യമേ പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ആദ്യമേ പറഞ്ഞു ജെൻസിയാണ്, പിന്നെ അതിനുശേഷം പിന്നെ പറഞ്ഞു കൊച്ചുകുട്ടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ വരും ദിവസങ്ങൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ ഒരു സ്റ്റാറ്റസ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ശരിക്കും ഒരു NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അതിന് മാറിക്കഴിഞ്ഞു. മൊത്തത്തിൽ കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥികൾ ഒരാളായി മാറിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനൊരു മാറ്റത്തെ കാണുന്നത്? അത് എനിക്ക് തോന്നുന്നു, ഞാൻ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ 25 വയസ്സ് അല്ലെങ്കിൽ കുട്ടി അങ്ങനെ ഒരു ടൈറ്റിൽ തന്ന് നമ്മളെ എന്താ പറയുക ഒന്ന് ഡിഗ്രേഡ് ചെയ്യാൻ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ആയിരിക്കും അവർ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടന്നില്ല. കാരണം തീർച്ചയായിട്ടും നമ്മുടെ പിന്നീടുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ട് ആളുകൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി, നമ്മൾ വെറുതെ അങ്ങനെ ഇറങ്ങി തിരിച്ചതല്ല, കാര്യമായി പഠിച്ചിട്ട് തന്നെ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നല്ല കാര്യബോധമുണ്ട് എന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം അങ്ങനെ ഒരു ടൈറ്റിലേ ഞാൻ കേൾക്കുന്നില്ല. ഇപ്പോൾ വാത്സല്യത്തോടെ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ. അതിലപ്പുറത്തേക്കൊരു സ്ഥാനാർത്ഥി എന്നൊരു ഇതിലോട്ട് വരുമ്പോൾ ആരും ആ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ 25-കാരി എന്നുള്ളൊരു ആ ഒരു തരത്തിലുള്ളൊരു ടോക്കില്ല. അല്ലാതെ വാത്സല്യം എല്ലാ അമ്മമാരിലും അച്ഛന്മാരിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി നമ്മളങ്ങനെ വെറുതെ ഇറങ്ങിയതല്ല എന്നുള്ളൊരു ഫീൽ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ എന്തുകൊണ്ടായിരിക്കും ശരിക്കും മത്സരിക്കാൻ ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്, അത് ഇത്ര വയസ്സ് തൊട്ട് മത്സരിക്കാം. പക്ഷേ എന്നിട്ടും ആ പ്രായപരിധി കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വന്നപ്പോഴും എന്തുകൊണ്ട് കൊച്ചുകുട്ടി, പക്വത, എന്തുകൊണ്ടായിരിക്കാം എന്നാണ് അതിൽ കരുതുന്നത്? അതെ, സത്യമാണ്. നമ്മൾ 25 വയസ്സാണ് ഒരു കാൻഡിഡേറ്റിൻ്റെ ഏറ്റവും മിനിമം ഏജ് എന്ന് പറയുന്നത്. അത് 25 വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ എന്നിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം ആദ്യം തുടക്കത്തിൽ ഇപ്പം നമ്മളെ പറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം കിട്ടിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ ടൈറ്റിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ളൊരു പേരിലാണല്ലോ ഞാൻ എന്താ പറയുക പൊതുരംഗത്തേക്ക് ആദ്യം നമുക്ക് കിട്ടുന്ന ഒരു ടൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചുകുട്ടി എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് തീരെ ബോധമില്ല. ഇത് ഇത്രയും ചെറിയ കുട്ടിയാണ്, ഇവളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഒരു പെൺകുട്ടിയും കൂടിയാണ്, അപ്പോൾ ഇവളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാണെന്നുള്ള ഒരു തോട്ട് ആളുകൾക്കുള്ളിലേക്ക് കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ പിന്നെ പോകെ നമ്മളുടെ ഓരോ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു കൊച്ചു കുട്ടിയിൽ പ്രായം കൊണ്ട് കൊച്ചുകുട്ടിയായിരിക്കാം. പക്ഷെ ഇത് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും മിനിമം ഏജ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ പിന്നെ അതെനിക്കൊന്നൊരു ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കുറേ ജനങ്ങൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് പേര് നമ്മളെ ഈ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം, അപ്പോൾ കുറച്ച് പേർക്ക് നമ്മളെ കുറ്റം പറയാനൊരു കാരണം അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഈ ഇപ്പോൾ ഒരു വൈറലാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വാസവൻ സാറ് ഷാപ്പിലെ കറിക്കാരനായിരുന്നു എന്നുള്ളത്. അത് ബോധപൂർവം പറഞ്ഞതാണോ അതോ
അങ്ങനെ ഒരു ആവശ്യം വന്നങ്ങ് പറഞ്ഞു പോയതാണോ? ഇത് സത്യത്തിൽ നമ്മളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആള് ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു, അതായത് കമ്പാരിസൺ ആയിരുന്നു. ഇപ്പോൾ വാസവൻ സാറിനെ പോലുള്ള ഒരു മന്ത്രിയായിട്ടുള്ള ഒരാൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നു, അപ്പോൾ അവരുടെയൊക്കെ കൂടെ മത്സരിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നുള്ളത് ആ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യനിങ് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതായത് ഏതൊരു മനുഷ്യരും ആരും നമ്മൾ ജനിച്ച് വീഴുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമല്ല രാഷ്ട്രീയം. നമ്മൾ കണ്ടും പഠിച്ചും വളർന്ന് അങ്ങനെ നമുക്ക് ആർജിച്ചെടുക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാനൊരു എക്സാമ്പിൾ പോലെ, ഉദാഹരണം, കാരണം ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ അതിനകത്ത് ഞാൻ ആരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നും പറഞ്ഞതല്ല, വളരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്, എന്താ പറയുക, ഒരു എക്സാമ്പിൾ പോലെ. അതായത് സാറിൻ്റെ തുടക്കം അതായിരുന്നു, അതിൽ നിന്നാണ് സാർ ഇന്നിപ്പോൾ മന്ത്രിയായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോദിജിയുടെ തുടക്കം എന്താണെന്ന് മോദിജി തന്നെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു തുടക്കമുണ്ട്, ഞാൻ ഇതിൽ നിന്ന് തുടങ്ങി വന്ന് നിൽക്കും എന്നുള്ള രീതിയിൽ ആ കമ്പാരിസൺ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ള, അല്ലാതെ അതൊരു ആരെ ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല, അത് അങ്ങനെ ആക്കി അവർ ചിത്രീകരിച്ചതാണ്. അതായത് ഇവിടെ ആതിര സ്ഥാനാർത്ഥിയായിട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു മൊത്തത്തിലൊരു വിവാദം കേൾക്കുന്നുണ്ടായിരുന്നു. BJP-ക്കാരുടെ സപ്പോർട്ടില്ല 2020 പെട്ടെന്ന് സ്ഥാനാർത്ഥി വന്നപ്പോൾ. ആ വാർത്തകൾ ശരിയാണോ? എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഡേ 1 തൊട്ട് എൻ്റെ ഒപ്പം അവരുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നോക്കിക്കോ. ഇത്ര ആൾക്കാർ, ഈ ഞാൻ ആദ്യത്തെ വീട് തൊട്ട് കയറിയത് ഇന്നിപ്പോൾ ഇവിടം വരെ എത്തി വരുമ്പോഴത്തേക്കും ഇത്രയും പേരെൻ്റെ ഒപ്പോട്ട്, ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ BJP-ക്കാരാണ്. അപ്പോൾ ഇതിലപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അതിനൊരു ഉത്തരം വേറെ വേണ്ട. ഇൻറെലവൻ്റ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ നോക്കിക്കോ, അങ്ങോട്ട് തന്നെ നോക്കിക്കോ. പിടിച്ചോ. ഇതൊക്കെ ഈ നാട്ടിലെ നമ്മുടെ BJP പ്രവർത്തകരാണ്. ചേട്ടാ, ശരിക്കും അങ്ങനെ ഒരു BJP-ക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുഖ്യ ഭാഗമായി നിൽക്കുന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കക്ഷികളെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി 2020 എന്നതിൻ്റെ ഭാഗമായി ആതിര വന്നപ്പോൾ നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നതാണ്. ഐമനം പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഐമനം പഞ്ചായത്തിൽ ഇപ്പോൾ ഭരണം കൈയാളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് ഈ 3 മാസക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുമ്മനം എന്ന വാർഡിലാണ്, ഞങ്ങളുടെ പ്രവർത്തകരാണ്. കുമ്മനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ ജനപ്രതിനിധി, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ ആദ്യത്തെ ജനപ്രതിനിധികളിൽ ഒരാളായ പ്രതാപൻ എന്ന് പറഞ്ഞ ആൾ വിജയിച്ച സ്ഥലമാണ് കുമ്മനം. രാജശേഖരൻ ചേട്ടൻ്റെ ജന്മസ്ഥലമാണ്. ആദ്യത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ഒറ്റയ്ക്ക് നിന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ജനപ്രതിനിധിയുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇപ്പം നമ്മൾ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ആദരിക്കറിയാം, ഏതാണ്ട് 30-35 ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തെത്തുകയാണ്. അതോടൊപ്പം തന്നെ ഏതാണ്ട് നമ്മുടെ ഇവിടെ തിരുവുത്സവം നടക്കുകയാണ്. ഈ തിരുവുത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആതിര വരുമ്പോൾ ആതിര തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ശക്തമായ പ്രവർത്തകർ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സപ്പോർട്ടും സാഹചര്യമാണ്. ഒരിക്കലും അത് ആര് പറഞ്ഞാലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ ഏതാണ്ട് 40-45 വർഷക്കാലമായിട്ട് ഭരിക്കുന്നതാണ്. വളരെ അപ്രസക്തമാണ്. ഏറ്റുമാനൂർ മണ്ഡലത്തിലാണെങ്കിൽ ഇതിനു മുന്നേ 2020 വരുന്നതിന് മുന്നേ BDJസിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം തന്നെ അതെ, മാധ്യമ സൃഷ്ടി എന്ന് തന്നെ പറയാം. ഇത് ഓക്കെ. ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ കയറുന്നതിലും വ്യത്യസ്തമായിട്ട് ഓരോ വീടുകളും കയറി, ഒരു മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥി, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി വീടുകൾ കയറി, ഓരോ വീടുകളും കയറി ഇറങ്ങി ചെറിയ ചെറിയ വില്ലേജുകളിൽ നമ്മൾ പുഴയുടെ തീരത്തൊക്കെ പോയി അവിടെ പോയി വോട്ട് അന്വേഷിക്കുക, വീടുകൾ കയറുക എന്നുള്ളത് ഒരു അങ്ങനെ കാണാത്ത സാധനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന്റെ കാരണം മറ്റു 2 സ്ഥാനാർത്ഥികളും, അതായത് ഇവിടെ ഏറ്റുമാനൂർ ഇപ്പോൾ ത്രികോണ മത്സരം എന്നാണ് പൊതുവെ ഒരു സംസാരം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു 2 സ്ഥാനാർത്ഥികളും MLA ആയിട്ടും മന്ത്രിയായിട്ടും, അല്ലെങ്കിൽ നാട്ടകം സുരേഷ് സാർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ പ്രാവശ്യം മത്സര രംഗത്തുണ്ടായിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ആതിരയെ സംബന്ധിച്ചിടത്തോളം ഓരോ വീടുകളിലും എത്തേണ്ടതായിട്ടുണ്ട്, ഓരോ വീട്ടിലും ആതിരയുടെ പേര് എത്തേണ്ടതായിട്ടുണ്ട്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയും കടമയുമാണ്. അതുകൊണ്ടാണ് നമുക്ക് എത്താനുള്ളിടത്തെല്ലാം എത്തുക, അത് കൂടുതൽ വോട്ട് ശേഖരിക്കുക. അതുകൊണ്ട് കൊച്ചുകുട്ടിയെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും കൊച്ചുകുട്ടി അല്ല എന്ന് ആതിര മുന്നേ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. ഒരു വോട്ടർ എന്നുള്ള നിലയിൽ, സാധാരണഗതിയിൽ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആതിര ഒരു വീടുകളിലേക്ക് കയറുമ്പോൾ, അല്ലെ ഒരു വോട്ടറെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ സാധാരണ സ്ഥാനാർത്ഥികളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ജനങ്ങളെ ആകർഷിക്കുവാനുള്ള ഒരു കഴിവുണ്ട്.
ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും എല്ലാം കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുവാൻ സാഹചര്യം ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കയറിയപ്പോൾ അവരെല്ലാം തന്നെ അവകാശപ്പെട്ടു. അവരൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാ സാധാരണ പ്രവർത്തകരാണ്, അനുഭാവികളാണ്. അവരെല്ലാം തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ച് നിൽക്കുന്ന സാധാരണക്കാരെ അവരെല്ലാം തന്നെ ആദരിക്ക് തീർച്ചയായിട്ടും വോട്ട് ചെയ്യും എന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെയുള്ളൊരു നല്ലൊരു സമീപനമാണ്, നല്ലൊരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനെ കഷ്ടപ്പെടുത്തുന്നുണ്ടോ അവര്? ഒരിക്കലും ഇല്ല. ഇതൊന്നും സത്യം പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് കുഴപ്പം. എന്താ പറയുക, ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ഇത് നമുക്കൊരു അവസരമാണ്. ഇപ്പോൾ ജനങ്ങളെ ഇത്രയും നമുക്ക് കുറച്ചുകൂടെ അടുത്തിപ്പോൾ ഈ വീടുകളിൽ കയറുക എന്ന് പറയുമ്പോൾ അടുത്തവരുമായിട്ട് നമ്മൾ സംസാരിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. കുറച്ചുകൂടെയൊക്കെ അവരെ മനസ്സിലാക്കാനും അവർക്കും നമ്മുടെ അടുത്തൊരു സ്പേസ് ഉണ്ടാവും. ഇപ്പോൾ നാളെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഈ മോളുടെ അടുത്ത് പറയാം എന്നുള്ള ഒരു സ്പേസ് അവരിൽ നമ്മൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. എന്നെ ഇവർ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിലേക്ക് ഇങ്ങനെ കുറേ വിവാദങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്നേഹ ശ്രീമോഹൻ്റെ വിവാദം തന്നെ ഭയങ്കര ആദ്യം മുതലേ തന്നെ ഒരു കാര്യമില്ല, നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പരിചയം തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് തന്നെ അറിയത്തില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞത്? എന്താ ആ സ്റ്റേറ്റ്മെന്റ് ഒരു റിപ്ലൈ എന്തായിരിക്കും കൊടുക്കുന്നത്? ഇപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ചേച്ചിയെ പേഴ്സണലി ഒരു പരിചയമില്ല. എനിക്ക് ചേച്ചിയില്ല, ചേച്ചിക്ക് എന്നോടും ഇല്ല. തന്നെയല്ല മുമ്പത്തേക്ക് ഞാൻ ആ ചേച്ചിയുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരാളും കൂടെ ആയിരുന്നു. ഞാനത് ഇന്നലെ കൂടെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള ഒരാളും കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിഗമനമാണ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സെനേറിയോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുറച്ച് ആ പോസ്റ്റ് വൈറലാവും. തീർച്ചയായിട്ടും അത് മറ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അത് ഏറ്റെടുക്കും. അപ്പോൾ കുറച്ച് ആ രീതിയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാവാം. അതെൻ്റെ ഒരു നിഗമനമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അറിവില്ലായ്മയുമായിരിക്കും. ചിലപ്പോൾ ചേച്ചിക്ക് ഇത് അറിയത്തില്ലായിരിക്കും. ഇപ്പോഴായിരിക്കും നമ്മളിത് പറയുമ്പോഴായിരിക്കും നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് മെജോറിറ്റി ജനങ്ങൾ ഇത് അറിയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് ഇത് അറിയുന്നതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആ ചേച്ചിക്കും ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അറിയാത്തതിൻ്റെ പേരിലും പറഞ്ഞതാവാം. അപ്പം എന്തായാലും അതൊരു എനിക്ക് തോന്നുന്നു ആ പോസ്റ്റ് ചേച്ചി പിൻവലിച്ചു എന്ന് തോന്നുന്നു. ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനത് ഇങ്ങനെ ഇത് വൈറലായി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനത് തപ്പിപ്പോയിരുന്നു. പക്ഷേ എനിക്ക് പോസ്റ്റ് കാണാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു അത് റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ആൾക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ആദരിക്കുന്നത് എവിടെ നിന്നാണ് ഈ അറിവ് കിട്ടിയതൊക്കെ? ചേട്ടാ, നമുക്ക് ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. നമ്മളെല്ലാം തന്നെ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന ആളാണ്. ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. എൻ്റെ ഇതിലെ ഗുരുസ്ഥാനം തീർച്ചയായിട്ടും എൻ്റെ സുനിലങ്കിളിനായിരിക്കും. അങ്കിളിൻ്റെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. അങ്കിൾ ഇതിനകത്ത് എന്താ പറയുക, ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കി നമുക്ക് സംശയം വരുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും എല്ലാം എന്താ പറയുക ഉടനെ ഒരു ജനിച്ച് വീണുടനെ പഠിക്കുന്നവരല്ല, എല്ലാം അറിയുന്നവരല്ല. നമ്മളിത് പഠിക്കണം. നമുക്കൊരു സംശയം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് പോക്കി ഇതിങ്ങനെ തന്നെ അല്ലേ എന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ എന്താ പറയുക പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ നോക്കി തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യം. എനിക്കൊരു സംശയം വരുമ്പോൾ ഞാൻ ആദ്യം ഗൂഗിളിൽ പോയി നോക്കും. ഓക്കെ, അത് ഉറപ്പാണെന്ന് കൺഫേം ചെയ്യും. അപ്പം ഞാനങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു ഉറവിടം എന്ന് പറയുന്നത് സുനിലങ്കിൾ തന്നെയാണ്. ഈ സ്നേഹ ഇപ്പോഴെങ്ങാനും വെച്ചൊന്ന് കാണാനൊരു അവസരം കിട്ടിയാൽ എന്തായിരിക്കും ചോദിക്കുന്നത്? ഞാൻ ആദ്യം എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഓടിച്ചെല്ലും. ചേച്ചിയോട് പറയും, ചേച്ചി നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് വ്യക്തി വൈരാഗ്യങ്ങളൊന്നുമില്ല, നമ്മൾ തമ്മിൽ പേഴ്സണലി അറിയുക പോലും ഇല്ല. അപ്പം ചേച്ചിയോട് എനിക്കുള്ള റിക്വസ്റ്റ് എന്താ വെച്ചാൽ, ഇപ്പം എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പം എൻ്റെ കാര്യമല്ല, എന്തൊരു കാര്യം ആയിക്കോട്ടെ, ആദ്യം അതിനെപ്പറ്റി ഒരു വിമർശനം നടത്തുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നത് ശരിയാണോ, ദൈവമേ തെറ്റിപ്പോവരുത്, ഇത് പബ്ലിക് കാണുന്നതാണ്, അങ്ങനെ ഒന്ന് വിചാരിച്ച് അതിൻ്റെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ ആരെയും എന്താ പറയുക, നമ്മൾ ഒരു എന്താ ഇനി പറയണേ, അഡ്വൈസ് കൊടുക്കാൻ ഞാനൊരാളല്ല. എന്നിരുന്നാൽ പോലും ഞാൻ കണ്ടാൽ ഞാൻ ചേച്ചിയോട് ഇതായിരിക്കും പറയാം. അപ്പോൾ ആ രീതിയിൽ, അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് ആളോട് ഇപ്പോഴും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. അത് ആളുടെ അറിവില്ലായ്മയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷം ആദ്യക്ക് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കൊച്ചു പറയുന്നത്, ഒന്നും അറിയാതെ പറയുന്നു എന്നുള്ള മൊത്തത്തിൽ ഒരു ചർച്ച വന്നിരുന്നു. അത് വിഷമിപ്പിച്ചായിരുന്നു ആ സമയത്ത്? വിഷമം അങ്ങനെ എനിക്ക് വിഷമം തോന്നിയില്ല. ആദ്യം ഇത് ചർച്ചയായി കഴിഞ്ഞു. പിന്നെ മറ്റ് പല ചാനലുകൾ അല്ലെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ ആളുകളുടെ വീഡിയോസ് ഈ രീതിയിൽ. അപ്പം പിന്നെ വരുന്നത് മൊത്തം
നമ്മൾ മൊത്തം നാവെടുത്താൽ നുണ, ഇപ്പം എൻ്റെ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയാൽ നാവെടുത്താൽ നുണ പറയുന്ന കുട്ടി ഇതാ നുണ പറയുന്ന വെച്ചല്ലേ എന്നുള്ള രീതിയിലാണ് കമൻറ്റ്സ് കാണുന്നത്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സഹതാപം ചില സമയത്ത് തോന്നാറുണ്ട്. ദൈവമേ, ഇവർക്കൊന്നൊന്ന് ചെക്ക് ചെയ്തുകൂടെ, ഒന്ന് നോക്കിക്കൂടെ എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്കങ്ങനെ അത് കാണുമ്പോൾ ഒരു ഭയങ്കരമായ വിഷമം തോന്നിയിട്ടില്ല. വിഷമം തോന്നുന്നത് ഈ ചില കമൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കാണുമ്പോഴാണ്. അതായത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇവർക്കൊക്കെ എന്താ ആ രീതിയിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ളത് കാണുമ്പോൾ എനിക്കൊരു ഒന്നും തോന്നാറില്ല. കാരണം അതും അവരുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ ഒരു തെറ്റല്ലല്ലോ അവർ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷമം തോന്നാറില്ല. ചേട്ടാ, നിങ്ങളെങ്ങനെയാണ് ഇത്തരം സാധനങ്ങളെയൊക്കെ, ഇത്തരം രീതികളെയൊക്കെ നിങ്ങളെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടിയെ? തീർച്ചയായിട്ടും ഇത് പുതിയൊരു ജനറേഷൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. രണ്ട് പ്രധാനപ്പെട്ട, അതായത് വളരെ പഴക്കം ചെന്ന രണ്ട് നേതാക്കന്മാർ മത്സരിക്കുന്നതിനിടയിൽ നിന്നും യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി രംഗത്തേക്ക് വന്നപ്പോൾ ആദ്യം തന്നെ, അതായത് 3 ദിവസത്തിന് ശേഷം തന്നെ പുള്ളിക്കാരത്തിക്കെതിരെ ട്രോൾ ചെയ്യുകയും പുള്ളിക്കാരത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര കണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അല്ലെ നമ്മുടെ സ്ഥാനാർത്ഥിയെ പേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത്. ചേട്ടൻ മുമ്പ് ചോദിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ മോശമായിട്ട് വായിൽ നിന്ന് മോശമായ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനാവശ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്നും ഇതൊന്നും കേട്ടിട്ട് ഞങ്ങളാരും തളരുന്ന ആൾക്കാരല്ല. ഞങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും സപ്പോർട്ടും എന്നും ആദരിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും പൂർണ്ണമായിട്ടും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.